ഹലോ ഗേസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ എന്താ ഇവിടെ വെച്ചാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവരെ വീട്ടിലെത്തിയത് വരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ കണ്ടപ്പോഴേക്കും ചേച്ചിനകത്ത് വിളിച്ചായിരുന്നു. അപ്പോൾ ചേച്ചി കേൾക്കാണ്ടായപ്പോഴേക്കും ചേട്ടൻ പിന്നെ വാതിൽ തുറന്ന് ചേട്ടൻ തന്നെ അകത്തോട്ട് കയറി. അപ്പോൾ എന്താ ഓരോന്നായിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നുള്ളൂ. ആദ്യം തന്നെ ദേവ് വന്ന്, പിന്നെ ഉണ്ണിനെയും എടുത്തുകൊണ്ടാണ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചി ഞങ്ങളെ കണ്ടപ്പോഴേക്കും ഞാൻ ക്യാമറ ഓണാക്കി പിടിച്ച് കണ്ടപ്പോഴേക്കും വേഗം അകത്തോട്ട് തന്നെ പോയായിരുന്നു. പിന്നെ അവിടെ പെരുമ്പാവൂർ കയറിയപ്പോഴേക്കും ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു പുതപ്പൊക്കെ ഇട്ടായിരുന്നു കുറച്ചേരം നിന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതാ ഇവന് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു ബർത്ത്ഡേക്ക്, ആ ഒരു സ്പീക്കർ മൈക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഇയാളായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്, ചേട്ടനാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മാമനും മോനും കൂടെ ഭയങ്കര തല്ലു കൊടുത്തിരുന്നു, ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങളിത് ബലൂണൊക്കെ വീർപ്പിച്ച് തോരണമൊക്കെ കെട്ടാനായിട്ടുള്ള ഇതിലായിരുന്നു. അപ്പോൾ ഞങ്ങളത് ചെയ്തുകൊണ്ട് നിൽക്കണമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഓരോരുത്തരായിട്ട് കുളിക്കാനായിട്ട് ചേച്ചി പറഞ്ഞു വിട്ടു, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവരവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അതാ അവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ടിരുന്നു. ദോശയും ചമ്മന്തിയും ഇഡ്ഡലിയൊക്കെ ആയിരുന്നു ചായക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ വെറുതെ ഒന്ന് പുറത്തോട്ട് നടക്കാനിറങ്ങി അവരുടെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ഞങ്ങൾ ഈ ഭാഗത്തേക്കാണ് പാറ കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് ഈ കൊണ്ടുപോകുന്നത്. പാറ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നിറച്ച് കൈതച്ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന ആ പാറ. അതപ്പം വരുന്ന വഴിക്ക് മീനെ കണ്ടപ്പോൾ രണ്ടുപേരും അവിടെ മീനെ നോക്കാൻ പോയേക്കണായിരുന്നു. ഈ തുണി വിരിച്ചിട്ടേക്കുന്നതാണ് പാറ അവൾ കാണിച്ചത്. അത് വേറൊരുത്തും വേറെ പാറ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഏതോ കാട്ടിലൂടെയൊക്കെ കയറ്റി കൊണ്ടുപോയിട്ട് നമുക്കൊരു വലിയ പാറമട പോലത്തെ ഇത് കാണിച്ചു തന്നായിരുന്നു. വലിയ കുളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് കുറേ ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ നടന്ന് വരുന്നതായിരുന്നു. അപ്പോൾ വന്ന വഴിക്കായിരുന്നു ഞങ്ങൾ 3 പേരും ഒരേ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ചേട്ടൻ ശ്രദ്ധിക്കുന്നത്. അപ്പോഴായിരുന്നു ഞങ്ങളിത് പ്ലാൻ ചെയ്തിട്ടൊന്നുമായിരുന്നില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്തതൊക്കെ ഇരുന്നെന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ മാത്രം വേറെ കളറായി പോയിന്ന്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ അമ്മായിയും ചേട്ടനും ചേച്ചിയും കൊച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ഭാഗമായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ബായ്.